ഹലോ ഗൈസ്, ലോജിക് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് SS1 ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠമാണ്. ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നത് ഒരു എക്സെപ്റ്റാണ്. We saw in our last letter that the chief difference between man and the other animals was the intelligence of man. This intelligence made him clever and stronger than enormous wild animals who would otherwise have destroyed him. The primitive humans had no special weapons to fight his enemies. He could only throw stones at them. Then he began to make out of stone axes, spears, and many other things, including fine stone needles. We saw many of these stone weapons in the South Kensington Museum and also in the museum in Geneva. അഥവാ മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. The excerpt is taken from Jawaharlal Nehru's letters from a father to his daughter. This letter refers to the life of primitive human. അഥവാ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് നിങ്ങൾ മുകളിൽ വായിച്ചത്. ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കത്തിൽ സൂചിത നൽകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്റ്റ് ദംസെൽവ്സ് ഫ്രം വൈൽഡ് ആനിമൽസ്? അഥവാ കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏതുതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആൻസർ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോൺ ആക്സ്. പിന്നെ 2 പോയിന്റുകളാണ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. ഈ നോട്ടിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ആക്സസ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. അഥവാ കല്ലുകൊണ്ടുള്ള മഴു, കുന്തങ്ങൾ, കൽസൂചി. Second question, what could be the purposes for which humans in that period used such tools? For protecting themselves from animals, for hunting, for drawing, cave painting. അഥവാ ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടാകാം? മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, വേട്ടയാടാൻ, ഗുഹാചിത്രം വരയ്ക്കുന്നതിന്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആൻസർ ഇല്ലേ, സ്റ്റോൺ ആക്സ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. ഈ സ്റ്റോൺ വെപ്പൺസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പ്രിമേറ്റീവ് ഹ്യൂമൻസ് യൂസ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസറാണ് ഈ കാണുന്ന 3 എണ്ണം. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്? ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഹൗ ഡിഡ് എന്നുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് സ്റ്റോൺ ഏജ്, പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. സ്റ്റോൺ ഏജിൽ നിന്ന് പിന്നെ പോയത് മെറ്റൽ ഏജ് ആണ്. മെറ്റൽ ഏജിലുള്ളത് ബ്രോൺസ് ഏജും അയൺ ഏജുമാണ്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായി തിരിക്കുന്നു. എങ്ങനെ? ശിലായുഗം, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, പിന്നെ സ്റ്റോൺ ഏജ് അതായത് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗം. അത് തിരിച്ചിരിക്കുന്നത് വെങ്കലയുഗം, ഇരുമ്പ് യുഗം. സ്റ്റോൺ ഏജ്. Have you ever thought why the first phase of human history was called the Stone Age? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വൈ തൊട്ട് സ്റ്റോൺ ഏജ് വരെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, why the first phase of
human history was called the Stone Age? Answer: humans used stones to make tools and weapons during that period. So historians describe this phase the Stone Age. Based on the method used to make stone tools, the Stone Age is divided into three: Paleolithic, Mesolithic and Neolithic. നാലാമത്തതിൻ്റെ ആൻസർ, അതായത് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമാൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജിൻ്റെ ആൻസർ ചെറുതാക്കിയിട്ടുണ്ട്. അത് ഹ്യൂമാൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അഥവാ മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ഉത്തരം: അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് മാനവ ചരിത്രത്തിൻ്റെ, അതായത് ഹ്യൂമാൻ ഹിസ്റ്ററിയുടെ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന്, സ്റ്റോൺ ഏജ് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്നാണ്. ഉത്തരം: അക്കാലത്ത് മനുഷ്യർ, അതായത് പണ്ടത്തെ പ്രിമേറ്റീവ് ഹ്യൂമാൻസ് ഉപയോഗിച്ച ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചത് കല്ലുകൊണ്ടായിരുന്നു, സ്റ്റോൺ കൊണ്ടായിരുന്നു അവർ വെപ്പണുകളൊക്കെ ഉണ്ടാക്കിയത്. The Stone Age is divided into three: Paleolithic, Mesolithic and Neolithic. അതായത് The Stone Age, ശിലായുഗം, ഡിവൈഡഡ് ഇൻറ്റു ത്രീ, മൂന്നായി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പാലിയോളിത്തിക് അഥവാ പ്രാചീന ശിലായുഗം, മെസോളിത്തിക് അഥവാ മധ്യശിലായുഗം, നിയോളിത്തിക് അഥവാ നവീന ശിലായുഗം. അടുത്ത ഹെഡിങ്: പാലിയോളിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. The characteristic feature of the Paleolithic age is the use of rough, unpolished and rough stone tools. The term Paleolithic is derived from two Greek words, paleos and lithos. Paleos എന്ന് പറയുന്നത് ഓൾഡും ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോണും. പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. പാലിയോസ്, ലിത്തോസ് എന്നീ രണ്ടു ഗ്രീക്കു പദങ്ങളിൽ നിന്നാണ് പാലിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. പാലിയോസ് എന്നത് പ്രാചീനം, ലിത്തോസ് എന്നത് ശില. പാലിയോളിത്തിക് ഏത് രണ്ട് വേർഡുകളിൽ നിന്നാണ് വന്നത്? പാലിയോസും ലിത്തോസും. പാലിയോസ് എന്ന് പറയുന്നത് ഓൾഡ്, ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോണും. The making of tools is related to the means of subsistence of the primitive humans. Archaeologists point out that there were three main stages in the use of tools. They are given below. Answer: utilization, a method of using available stones without changing their shape. Fashioning, the method of using available stones by changing the shape of according to the need. Standardization, the method of making specific tools for each purpose. അഥവാ ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അവ ചുവടെ നൽകുന്നു. പ്രയോജനപ്പെടുത്തൽ, ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. രൂപമാറ്റം വരുത്തൽ, ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി. ക്രമവൽക്കരണം, ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. അതായത് യൂട്ടിലൈസേഷൻ, പ്രയോജനപ്പെടുത്തൽ. ലഭ്യമായ കല്ലുകൾ, അതായത് പക്കലുള്ള കല്ലുകളെ രൂപമാറ്റം, ഒരു ചേഞ്ച് വരുത്താതെ, ഇപ്പോൾ കയ്യിലുള്ള കല്ലിനെ പോളിഷ് ചെയ്യാതെ ഉപയോഗിക്കുന്നതിനെയാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫാഷനിങ്, കയ്യിലുള്ള കല്ലുകളെ ആവശ്യത്തിനനുസരിച്ച് പോളിഷ് ചെയ്യുന്നതിനെയാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡർഡൈസേഷൻ, ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനായിട്ട് അതിൻ്റേതായ ഓരോ ഷേപ്പിനും സ്റ്റോണുകൾ നിർമ്മിക്കുന്നതിൻ്റെ രീതിയെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം:
ഇതുവരെ എടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. The pictures given below are the different tools used by primitive humans during different phases of Paleolithic age. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങൾ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഈ കാണുന്ന പിക്ചർ കണ്ടോ? പെബിൾ ടൂൾസ് ഉരുളൻ കല്ലുപകരണങ്ങൾ, ബൈഫേസ് കോർ ടൂൾസ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, ഫ്ലേക്ക് ടൂൾസ് കൽച്ചീൽ ഉപകരണങ്ങൾ, ഇവ എല്ലാം ആദിമ മനുഷ്യർ അതായത് പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. അതുപോലെ ചോപ്പിംഗ് ടൂൾസ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, സ്റ്റോൺ ടൂൾസ് മേഡ് യൂസ് ബ്ലേഡ് ടെക്നിക് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, when a piece of stone is broken into 2 or more pieces, the largest pieces is called the core and the smaller pieces are called flakes. Those made of core stones are called core tools and those made of stone flakes are called flake tools. അഥവാ മാതൃശിലകളും കൽച്ചീലുകളും. ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില എന്നും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീലുകൾ എന്നും വിളിക്കുന്നു. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങളെന്നും കൽച്ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൽ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു. കോർ ആൻഡ് ഫ്ലേക്സ് അല്ലെങ്കിൽ മാതൃശിലകളും കൽച്ചീലുകളും എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കല്ല് പൊട്ടിയാൽ അതിൽ വലിയ കഷ്ണം കോർ അഥവാ മാതൃശിലകൾ എന്നും ചെറിയ കഷ്ണം ഫ്ലേക്സ് എന്നും അല്ലെങ്കിൽ കൽച്ചീലുകൾ എന്നും വിളിക്കുന്നു. കോറ് കൊണ്ട് അല്ലെങ്കിൽ മാതൃശിലകൾ കൊണ്ടുണ്ടാക്കുന്ന വെപ്പൺസിനെ കോർ ടൂൾസ് അല്ലെങ്കിൽ മാതൃശില ഉപകരണങ്ങൾ എന്നും ഫ്ലേക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ടൂൾസിനെ ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീൽ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു. Towards the end of the Paleolithic period, humans used tools made of bones in addition to stone tools. പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അതായത് പാലിയോളിത്തിക് പീരീഡിൽ മനുഷ്യർ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. അതിനോടൊപ്പം ബോൺസ് അഥവാ അസ്ഥികൾ കൊണ്ടുള്ള വെപ്പണുകളും അവർ ഉപയോഗിച്ചിരുന്നു. അടുത്തതായി കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം കണ്ടെത്തിയത് ഷോവെ, ഇംഗ്ലീഷിൽ ചൗവറ്റ് എന്നാണ് പറയുക, ഫ്രാൻസിലെ ഷോവയിൽ നിന്നാണ് ഈ ചിത്രം കണ്ടെത്തിയത്. ഈ ചിത്രം കണ്ടെത്തിയത് ലാക്സ്കോ, ഫ്രാൻസിൽ നിന്നുള്ള ചിത്രമാണത്. അടുത്തത് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം, റഷ്യയിലെ സറൈസ്കിൽ നിന്നാണ് കണ്ടെത്തിയത്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം ഐവറി സ്കൾപ്ചർ, റഷ്യയിലെ സറൈസ്ക് എന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത്. അടുത്തത് കുസാക്ക്, ഫ്രാൻസിലെ ഒരു സ്ഥലമാണ് കുസാക്ക്. ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ, അതായത് കാർവ്ഡ് ഫിഗർ ഇൻ കുസാക്ക് എന്ന് പറയുന്നത് കേവാണ് ഫ്രാൻസിലെ. ആ ഗുഹയിൽ കോറിയിട്ട അതായത് വരച്ച് കുത്തിയെടുത്ത ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അടുത്തത് സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ, അതായത് അസ്ഥികൾ ബോണിൽ പ്രിമേറ്റീവ് ഹ്യൂമാൻസ് കൊത്തുപണികൾ ചെയ്തിരുന്നു. അത് ലാഗർമ ഗുഹകൾ, സ്പെയിനിലെ ഒരു ഗുഹയാണ്, അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണത്. അടുത്തത് സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ, കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാഗർമ കേവ്, സ്പെയിനിലെ ലാഗർമ കേവിൽ നിന്ന് കാർവിങ്സ് ഓൺ ബോൺസ് അതായത് അസ്ഥികളിലെ കൊത്തുപണികൾ, ബോണിലെ കൊത്തുപണികൾ ലാഗർമ കേവിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ തൊട്ടടിയിലെ പാരഗ്രാഫാണിത്. ദ പിക്ചേഴ്സ് ഗിവൻ എബൌ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഓഫ് പ്രിമേറ്റീവ് ഹ്യൂമൻസ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്?
It is clear from the pictures that various communication techniques such as symbol flowing lines, carved images, and sculptures were employed during the late Paleolithic period. Archaeologists are the opinion that the depiction of animals, the carved figure of an animal and a woman, and the Venus figurine are related to rituals or belief. The carvings on bone found in La Garma cave in Spain are evidence of human artistic skill of that time. അഥവാ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു? ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഈ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ ചിത്രീകരണം ഷോവ ലാസ്കോ ഗുഹകളിൽ നിന്നാണ് അത് കിട്ടിയത്. മൃഗങ്ങളുടെ ചിത്രീകരണം, മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം കുസാക് ഗുഹ അവിടെ നിന്നാണ് അത് കണ്ടെത്തിയത്. വീനസ് പ്രതിമ റഷ്യയിലെ സറൈസ്കിൽ നിന്നാണ് കണ്ടെത്തിയത്. എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് പ്രാചീന മനുഷ്യർ, അതായത് പ്രിമേറ്റീവ് ഹ്യൂമാൻ, അവരുടെ സമയം ചിലവഴിക്കാനായി ഗുഹകളിൽ പലതരം ചിത്രങ്ങൾ കൊത്തുവരച്ചു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഈ ചിത്രങ്ങളെല്ലാം അവരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ് എന്നും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. Various colors were used to draw the cave paintings. These colors were made by grinding plants, tree bark and fruits and mixing with red stone powder. Such pictures were drawn on the inner walls of the cave where sunlight could not be reached. These stone carvings were made using stone needles and sharp-edged weapons. Paintings can also be seen on the ceilings of the cave. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by the primitive human. അഥവാ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരിക്കുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും. ഇതോടെ പാലിയോളിത്തിക് ഏജ് എന്ന ഭാഗം കഴിയുകയാണ്. അടുത്ത പാർട്ടിൽ മെസോളിത്തിക് ഏജിനെ കുറിച്ച് പറയും. ഇതുവരെ എടുത്ത പാഠഭാഗങ്ങളിലെ ചോദ്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.